പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൃശ്ശൂരിലെ 14 വയസ്സുകാരൻ യുവാവിനെ കുത്തിക്കൊല്ലുന്നു. പാലക്കാട് പ്രിൻസിപ്പലിനെതിരെ കൊലവിളി നടത്തി വിദ്യാർത്ഥി. തിരുവനന്തപുരത്ത് 9ാം ക്ലാസ്സുകാരൻ +1 വിദ്യാർത്ഥിയെ കുത്തിവീഴ്ത്തി. പാലായിൽ കൂട്ടുകാരന്മാർ ഒരു കൊച്ചിൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റി നഗ്നനാക്കി അവൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത തെറ്റുകളിലേക്ക്, കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ നടന്നു നീങ്ങുകയാണ്. കൗമാരത്തിൻ്റെ സന്തോഷവും സമാധാനവും നന്മയും ഒക്കെ അനുഭവിക്കേണ്ട കുട്ടികൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് തിന്മകളിലേക്ക് പോകുന്നു, തെറ്റുകളിലേക്ക് പോകുന്നു, കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു. സമൂഹം വേണ്ട വിധം ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചർച്ച ചെയ്യുന്നുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനൊരു പ്രതിവിധി ആരും പറയുന്നില്ല, കണ്ടെത്തുന്നില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. വലിയ പ്രശ്നത്തിലാണ്, വലിയ അന്ധകാരത്തിലാണ്, യുവതി യുവാക്കൾ ഡ്രഗ്സിന് അടിമകളാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് കുട്ടികൾ വളർന്നു നീങ്ങുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിന് ഉത്തരവാദി ആരാണ്? ഉത്തരവാദി ഞാനും നിങ്ങളും അടങ്ങിയ ഒരു സമൂഹമാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി? അതാണ് ഈ വീഡിയോയിൽ. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ, ഈ കുട്ടികളെ ഗർഭത്തിലായിരിക്കുന്ന സമയം മുതലേ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടുള്ളൊരു വീഡിയോ അധികം വൈകാതെ ചെയ്യുന്നുമുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. നമുക്ക് കുട്ടികളിലേക്ക് വരാം. ഈ കുട്ടികളുടെ പ്രശ്നം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഇവർക്ക് നല്ല സൗഹൃദങ്ങളില്ല എന്നുള്ളതാണ്. ഇവരുടെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറയുന്നത് മൊബൈലാണ്. സൗഹൃദങ്ങളുടെ വലയത്തിൽ നിന്നും, നമ്മുടെ കൂട്ടുകാരികളുടെ സൗഹൃദങ്ങൾ അതിൻ്റെ വലയത്തിൽ നിന്നും മാറി ഒരു ഒറ്റ വ്യക്തിയിലേക്ക്, ഒറ്റ വസ്തുവിലേക്ക് ഇവരുടെ സൗഹൃദത്തെ ഇവർ കൊണ്ടു നിർത്തുകയാണ്. അത് മൊബൈലാണ്. ആ മൊബൈലിൽ കാണുന്നതും കേൾക്കുന്നതുമാണ് ഇവരുടെ സുഹൃത്തുക്കൾ, ഇവർക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം. അതെല്ലാം നമുക്കറിയാവുന്ന പോലെ സത്യമല്ല. അത് പലപ്പോഴും അർത്ഥസത്യങ്ങളാവാം, അപൂർണങ്ങളാവാം. അതാണ് ഇവരെ നയിക്കുന്നത്. അതുകൊണ്ട് മൊബൈൽ എന്ന് പറയുന്നത് ഒരു യന്ത്രമാണ്. അത് ഈ കുട്ടികളെ യന്ത്രനാക്കി മാറ്റും. അതുകൊണ്ട് മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവരിൽ നിന്ന് പരമാവധി അകറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്കൂളിലേക്ക് പോകുമ്പോൾ, വഴി സൈഡിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, പോകുന്നതിന് മുമ്പ് ഒരു അല്പസമയം കിട്ടിയാൽ ഇവർ നോക്കുന്നത് മൊബൈലിലാണ്. പഠനങ്ങൾ പോലും ഒരുപക്ഷെ അതിലേക്ക് നമ്മൾ കൈമാറുന്നു എന്നുള്ളത് കൊണ്ടാവാം, അല്ലെ പാഠപുസ്തകങ്ങളും അതിനു പറ്റിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിലേക്ക് കൈമാറുന്നു എന്നുള്ളത് കൊണ്ടാവാം അവർ കൂടുതൽ നോക്കുന്നത്. പക്ഷേ ആ നോട്ടം പോയി എത്തി നിൽക്കുന്ന മറ്റ് പലതിലേക്കുമാണ്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൽ കാണുന്ന ഗെയിമുകളാണ്, അവർ കളിക്കുന്ന ഗെയിമുകൾ. ഈ ഗെയിമുകളെല്ലാം വേറെ ആരെയൊക്കെയോ കൊന്നിട്ട് ജയിക്കുന്ന കളികളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗെയിം ഇങ്ങനെയാണ്, ഒരു പള്ളി പോലെ ഇരിക്കുന്ന ഒരു സ്ഥാപനം, പള്ളിയല്ല, അതുപോലെ നമുക്ക് തോന്നിക്കും. അതിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങി ഓടുന്നു, അതിനെല്ലാം ഈ കൊച്ചു വെടിവെച്ച് കൊല്ലുകയാണ്. ഒരു വെടിവെച്ച് ഓരോരുത്തരെയും കൊല്ലുമ്പോൾ ഈ കൊച്ചു അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം ഇത് ഈ കളി കാണുകയാണ്. അപ്പം കളി കാണുമ്പോൾ 1-2 ആൾക്കാർ വെടി കൊള്ളാതെ പോവുകയാണ്. അപ്പോൾ ഈ കൊച്ചിനെ ശകാരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെ നോക്കിയാണ് നീ കളിക്കുന്നത്? അവരെയും കൂടെ വെടിവെച്ച് വീഴ്ത്ത് എന്ന് പറയുന്ന ഒരു പിതാവ്. ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? ഓർത്തു നോക്കണം. അപ്പോൾ മറ്റുള്ളവരെ കൊല്ലുന്നതിൽ സന്തോഷിക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു തലമുറയെ നമ്മൾ അറിയാതെ വാർത്തെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ കൊണ്ട് എടുത്തു വന്നു. അവൻ ബൈക്ക് ഓടിക്കുന്നവനാണ്. അവൻ്റെ മനസ്സ് ചിന്തിക്കുന്ന, ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അവൻ്റെ മനസ്സിലെ ചിന്ത ഇതാണ്, എല്ലാവരുടെയും ഇടിച്ച് തെറിപ്പിക്കണം. അവൻ തന്നെ പറയണം, എനിക്ക് പേടിയാണ്, ഇപ്പോൾ എല്ലാവരുടെയും ദേഹത്തൂടെ കയറ്റി പോകണം എന്നുള്ളതാണ് അവൻ്റെ ചിന്ത. ഇതുപോലെ പോകുന്ന കാര്യങ്ങൾ. കാരണം അവർ കാണുന്ന സിനിമകൾ, അവർ കാണുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഉപദ്രവിക്കുന്ന, എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തുന്ന, കൊല്ലുന്ന, കൊലവിളിക്കുന്ന, രക്തമൊഴുക്കുന്ന അവസ്ഥയിലൂടെയുള്ള കാഴ്ചകളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് മൊബൈലിൻ്റെ ഉപയോഗം, ഗെയിമുകളുടെ ഉപയോഗം കുറയ്ക്കുക. അതിന് മാതാപിതാക്കൾ തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ വേറെ ഒന്നിലേക്ക് ഇവരെ എൻഗേജറാക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നു, 2 വയസ്സ് പ്രായം, ഹൈപ്പർ ആക്റ്റീവാണ്, വെറുതെ ഇരിക്കില്ല, ഉപദ്രവിക്കും. അപ്പനെ അമ്മയൊക്കെ ഉപദ്രവിക്കും, പറയുന്നൊന്നും കേൾക്കില്ല, കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ വലിച്ച് എറിയും. അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരവസ്ഥ. ആ കുഞ്ഞിനെ ഇവിടെ വന്നു, ഒരു ചെറിയ പരിശീലനം ആ കുഞ്ഞിന് കൊടുത്തു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് വളരെ ശാന്തമായി മാറി. ചെയ്തത് എങ്ങനെയാണ്? ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ എൻഗേജറാക്കുക. കുറച്ച് ടോയ്സ് വാങ്ങിച്ച് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അതിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തായിരുന്നു നമ്മുടെ കളിപ്പാട്ടങ്ങൾ എന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ആ കൊച്ചിനെ കൊണ്ട് മാതാപിതാക്കളോട് പറഞ്ഞതാണ്, ഈ കൊച്ചു വയലന്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക, ഒരു ചെടിച്ചട്ടിക്കകത്ത് അല്പം മണ്ണിടുക, ഒരു ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക, ഈ കുഞ്ഞിനെ അതിനുവേണ്ടി സഹായിക്കുക. 2 വയസ്സുണ്ട്, മണ്ണ് വാരി
കൃത്യതയോടെയോ അല്ലാതെയോ ഒക്കെ ഇടട്ടെ എന്ന് പറയുമ്പോഴും ആ കൊച്ചു ശ്രദ്ധിക്കും. കുറേ സമയം എൻഗേജായി. അതിനുശേഷം അടുക്കളയിലേക്ക് കൊണ്ടുപോവുക. അമ്മ കറി അരിയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇവനെ ഇരുത്തിയിട്ട് ഒരു ക്യാരറ്റും മൂർച്ചയില്ലാത്തൊരു കത്തിയും കൊടുക്കുക. എന്ത് വേണം ചെയ്യട്ടെ, പയ്യെ അരിയാനൊക്കെ ശ്രമിക്കും. അങ്ങനെ എൻഗേജഡ് ആക്കുക. അതിനുശേഷം അമ്മ തുണി വാഷ് ചെയ്യുന്ന സ്ഥലത്ത് അവനെ കൊണ്ടുവരിക. ഒരു ചെറിയ ടവല് കൊടുത്തിട്ട് ഒരു ബ്രഷ് കൊടുത്തിട്ട് കഴുകാൻ പറയുക. അവൻ അതിൽ എൻഗേജഡ് ആവും. അതിനുശേഷം കുറച്ച് സമയം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കട്ടെ, എഴുതാനായിട്ട് പഠിപ്പിക്കുക, എഴുതാനായിട്ട് പ്രേരിപ്പിക്കുക, എന്തെങ്കിലും വരച്ചോട്ടെ. അങ്ങനെ കുറച്ച് സമയം എൻഗേജഡ് ആകുക. കുറച്ച് സമയം പ്രാർത്ഥനയുടെ മുറിയിൽ കൊണ്ടുവന്നിട്ട് ഈശോയുടെ രൂപത്തിലേക്ക് ഒരു അല്പസമയം നോക്കിയിരിക്കാൻ പറയുക. കണ്ണടയ്ക്കാതെയൊക്കെ പരിശീലിപ്പിക്കുക. പയ്യെ പൂർണ്ണതയിലേക്കൊന്നും അവനിപ്പോൾ വരികയില്ല. പയ്യെ ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളിൽ ഇവരെ എൻഗേജഡ് ആക്കുക. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് വലിയ നിശബ്ദതയിലേക്ക്, ശാന്തതയിലേക്ക്, ആരോഗ്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും എൻഗേജഡ് ആക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യം എന്താ? ഒരു ചെറിയ പണി പോലും ഇവർക്ക് കൊടുക്കില്ല, ജോലികൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. കാരണം സ്കൂളിലേക്ക് വിടാനായിട്ട്, സ്കൂൾ ബസ്സെ കയറ്റി വിടാനായിട്ട് മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് വരും. നമ്മൾ കാണുന്നുണ്ട്. ഈ കുട്ടികളുടെ പുസ്തകം അടങ്ങുന്ന ബാഗ് മാതാപിതാക്കളാണ് ചുമക്കുന്നത്. ആ കുട്ടികൾക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഭാരം കൂടിയിട്ടാവ, എങ്കിലും അവരത് എടുക്കട്ടെ. അധ്വാനത്തിലേക്ക്, കഷ്ടപ്പാടുകളിലേക്കൊക്കെ ഈ കുട്ടികളെ നിങ്ങളൊന്ന് വഴി നടത്തിക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തുമാത്രം ജോലിയും പണിയും ചെയ്തിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ ഇന്നത്തെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? പെൺകുട്ടികൾക്ക്, യുവാക്കൾക്ക് എന്തെങ്കിലും ഒരു ജോലിയും പണിയും, എന്തെങ്കിലും ഒരു കൃഷിയോ ഒന്നുമില്ല. ഇവരിടുന്ന ഈ വലിയ സൂട്ടും കോട്ടും ഒന്നും ഈ കൃഷിയിടങ്ങളെയോ ഭൂമിയെ മഹത്വപ്പെടുത്തുകയില്ല എന്ന് തിരിച്ചറിയണം. മകുടം ചൂടിക്കുകയില്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പ്രകൃതിയോടൊക്കെ ചേർന്ന് നിർത്തി അധ്വാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ആ എക്സസൈസ്, ഈ ചെടികൾ വെച്ചു, ക്യാരറ്റ് അരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ കുട്ടികൾ എല്ലാത്തിലും ഒരു ഫോർമേഷൻ കിട്ടുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കും, കൃഷി ചെയ്യാൻ പഠിക്കും, സ്വന്തമായിട്ട് വാഷ് ചെയ്തോളും, പാത്രം കഴിക്കുള്ളൂ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണമാണ്. ചിക്കൻ പോലെയുള്ള ഭക്ഷണങ്ങൾ ഇവർക്ക് കൊടുക്കരുത്. ഇവരുടെ ഹോർമോൺ, എൻസൈമുകൾ, സ്രവങ്ങൾ എല്ലാം മാറി മറിയും. നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. സാത്വികമായ ഭക്ഷണം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുന്ന, നിങ്ങളുടെ സ്ഥലത്തുണ്ടാകുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ കൂടുതൽ ഇവർക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ ഒരു കാര്യം, ചെറുപ്പം മുതലേ ഇവർക്ക് യോഗ പ്ലസ് മെഡിറ്റേഷൻ ഇവരെ പരിശീലിപ്പിക്കുക. യോഗ എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സാരമില്ല, കാരണം സാർവത്രികമാണിത്. യാതൊരു ഒരു ബുദ്ധിമുട്ടും ഇതിന് വേണ്ട. വളരെ കൃത്യമായിട്ട് ചെറുപ്പം മുതലേ ഈ കുട്ടികളെ യോഗയിലേക്ക്, മെഡിറ്റേഷനിലേക്ക്, നിശബ്ദതയിലേക്ക് കൊണ്ടുവന്നാൽ വലിയ വ്യത്യാസം ഈ കുട്ടികൾക്കുണ്ടാകും. ഈ കുട്ടികൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു അനുഭവത്തിലേക്ക്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലോകത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ, ആഹാരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക. അതാണ് ഇന്ദ്രിയങ്ങളെല്ലാം ഈ ലോകത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ധാരണ. അഷ്ടാംഗ യോഗയിലെ യമനിയമ ആസനങ്ങളിലെ പ്രത്യാഹാര ധാരണ, ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ദൈവത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതിനെ ഉള്ളിലാക്കിയാണ് ധ്യാനം. ആ ദൈവത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതിനെ ദൈവത്തെ നമ്മൾ ഉള്ളിലാക്കിയാണ് ധ്യാനം കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമാണ് വളരെ ശാന്തതയിൽ. അപ്പോൾ ആ രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നല്ല കൃത്യമായിട്ടുള്ള ഫോർമേഷൻ, കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു വീഡിയോ കാണുന്നവർ ഈ ഒരു സ്ഥലത്ത് വന്ന്, ഈ ഒരു ആശ്രമത്തിൽ വന്ന് ഇവിടെ നടക്കുന്ന ക്രിസ്തുവാനുഭവ യോഗാധ്യാനത്തിൽ പങ്കെടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം അതൊരു സാക്ഷ്യമായി മാറട്ടെ, അതൊരു അനുഭവമായി മാറട്ടെ. കാരണം ഇതൊരു ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണിത്. നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന് പകരം വളരെ കൃത്യമായിട്ട് ഇവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഭംഗിയാവും. അങ്ങനെ നല്ല കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിലൂടെ, കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ ഇവരെ ആരും ഉപദ്രവിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ വെറുതെ ശിക്ഷിച്ചിട്ടും കാര്യമില്ല. പക്ഷേ നിരന്തരമായ പരിശീലനം, കൂടെയാകലിൻ്റെ അനുഭവം, അങ്ങനെ നമുക്കിവരെ ഒരു വലിയ നന്മയിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമമായിരിക്കട്ടെ നമ്മുടെ ജീവിതവും, നമ്മുടെ പ്രാർത്ഥനയും, നമ്മുടെ ഭക്ഷണവും, നമ്മുടെ അധ്വാനവും എല്ലാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ.